കാണുന്നുണ്ടോ ഇത്? സുനിൽ കാണുന്നുണ്ടോ? വാട്ട് ഈസ് ഇറ്റ്? കരോട്ടയാണോ കരോട്ടാണോ? ഇതിന്റെ അൺബോക്സിംഗ് ചെയ്യാൻ പോവാ. ഓക്കെ, എനിക്കറിയാം ഇതിനകത്ത് എന്തുവാണ്. ഞാൻ അഭിനയിക്കുന്നില്ല കൂടുതൽ. ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ തുറന്നു. ഇതാണ് അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് കിട്ടും. നമുക്ക് ഇതിൻ്റെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ അറ്റാച്ച് ചെയ്യണം, എങ്ങനെയൊക്കെ ഡിറ്റാച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളതെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ അതിന് മുമ്പ് ഈ വീട്ടിൽ നല്ലതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്നത് ഞാനാണ്. ആരാ സുനിൽ? അതിൽ സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ വിവരം അറിയും. അപ്പോൾ പക്ഷേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും പുതിയത് എക്സ്പെരിമെൻ്റ് നടത്താനും ഇഷ്ടം സുനിലിനാണ്. സോ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അത്രേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ കേക്ക് അത് ഇതൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചത് അപ്പോൾ ആരായിരിക്കും? ഇത് വാങ്ങിച്ചത് ഇവിടുത്തെ മിസ്റ്റർ നായരാണ് വാങ്ങിച്ചത്. ഞാൻ ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറില്ല. ഇതെന്താണ്? ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴാണ് ലോലോ ആൻഡ് കായ വന്നിട്ടുണ്ട്. ഗസ്റ്റ് അപ്പിയറൻസിന് അവരുള്ളതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് കളർഫുൾ ആയിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ സോറി. അപ്പോൾ ഇത് 2 പൂ കിട്ടും നമുക്ക് ഇതിൻ്റെ കൂടെ. ഈ പൂവിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം, അത് വഴിയേ വരും. ഇതിൻ്റെ ലിഡൊക്കെ കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഇത് സുനിൽ അത് ഓൾറെഡി 1-2 എണ്ണം ഉള്ളത് വെച്ചു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഇതുപോലെ കാണുന്നുണ്ടോ സുനിൽ? ഇതിൻ്റെ പുറയിൽ ഒരു സ്ക്രൂ ഉണ്ട്. ഈ ഒരു സാധനം കാണുന്ന പോലെ താഴെ വരും. എന്നിട്ട് അതങ്ങനെ വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ സ്ക്രൂ വെച്ച് വയ്ക്കുക. ഇതുപോലെ ഇരിക്കും വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതുപോലെ 2 പ്ലാസ്റ്റിക്കിൻ്റെ ലിഡ് വരുന്നുണ്ട്. അത് നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. പിന്നെ 1 2 3 4 സ്ഥലമില്ല ഇവിടെ, ഫ്രെയിമിൽ വരുമോയെന്ന് അറിയത്തില്ല. 5 6 6 പാത്രം. പക്ഷെ 3 കടായി, 3 സൈസിലെ 3 കടായി. ഇതിൻ്റെ അടിവശമൊക്കെ നല്ല ഫ്ലാറ്റാണ്. നമുക്ക് മറ്റേ ഇൻഡക്ഷൻ കുക്കറിലും വെക്കാം അല്ലേ? ഗ്യാസിൽ മാത്രമല്ല, മറ്റേ ഫ്ലാറ്റ് ബേസ് അതിനും വെക്കാം. ഇത് ഗ്രില്ലിലും യൂസ് ചെയ്യാവുന്ന ഇതിൻ്റെ ഇവരുടെ കാറ്റലോഗിലൊക്കെ ഉള്ളത്. പിന്നെ ഇനി ഞാൻ പറഞ്ഞുതരാം ഈ 2 പൂക്കൾ എന്തിനുള്ളതാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിങ്ങനെ എന്താ പറയുക, സ്റ്റോറേജിന് വെക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സെപ്പറേറ്റഡ് ആയിട്ട് വെക്കാനുള്ള, അപ്പോൾ സ്ക്രാച്ചസ് ഒന്നും വീഴത്തില്ല. സപ്പോസ് ഞാൻ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കവർ ഇല്ലാതെ നമ്മൾ വെക്കുന്നത്, അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അതിനകത്ത് സ്ക്രാച്ച് വീഴാതിരിക്കാൻ ഈ പൂവിനെ നമ്മളിങ്ങനെ വിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇത് വെച്ച് കൊടുക്കണം. എന്നിട്ട് 2 പൂവുണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. 2 എണ്ണേ അവർ തന്നിട്ടുള്ളൂ. ഇപ്പോൾ 2 എണ്ണം ആണെങ്കിലും നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതും അതിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഇനി ഇത് അടപ്പ്. പിന്നെ 2 ഹാൻഡിൽ തന്നിട്ടുണ്ട്. ഇനി ഈ ബോക്സിനകത്തൊന്നുമില്ല, കവറുകളേ ഉള്ളൂ. ഈ 2 ഹാൻഡിൽ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതെല്ലാം ഞാൻ ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം ഒരെണ്ണം എക്സാമ്പിൾ കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ ആക്കി കൊടുത്തിട്ട് ഈ സാധനം മുന്നോട്ടാക്കുക. ഇങ്ങനെ ഭയങ്കര ഈസിയാണ്. നല്ല സ്റ്റേഡി ആയിട്ടിരിക്കും. ഇത് നമുക്ക് ഈ 6 പാത്രത്തിനും 6 വെസൽസിനും ഇത് യൂസ് ചെയ്യാം, ഈ ഒരു സാധനം. അങ്ങനെ 2 എണ്ണം തന്നിട്ടുണ്ട്, ഒരെണ്ണം അല്ല. അപ്പോൾ നമുക്കത് ഡിറ്റാച്ചബിളാണ്. പിന്നെ ഈ ഇതിനകത്ത് കുക്ക് ചെയ്തിട്ട് നമുക്ക്
ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ മറ്റേ എയർ ടൈറ്റ് അല്ല, ബട്ട് സ്റ്റിൽ നല്ല നീറ്റായിട്ട് അടച്ച് വെക്കാം. അങ്ങനെ 2 ലിഡും ഉണ്ട് സ്റ്റോറേജിനുള്ള. സോ ഇനി ഇതെല്ലാം നല്ലപോലെ ഫിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് വീഡിയോയിൽ കാണാം. ലാസ്റ്റ് വീഡിയോ അല്ല, അടുത്ത സെഗ്മെന്റ് അല്ല, ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തരുമ്പോൾ എല്ലാം ഒന്നായിരിക്കും. സോ അതിൻ്റെ ആ ലിഡിൻ്റെ ഒക്കെ മേളിലത്തെ സാധനം ഫിക്സ് ചെയ്തു. അത് ഭയങ്കര ഈസി അല്ലേ സുനിൽ ഫിക്സ് ചെയ്യാൻ? ഞാനല്ല ഫിക്സ് ചെയ്തത്, സുനിലാണ് ഫിക്സ് ചെയ്തത്. ഈസി അല്ലേ? അത് ജസ്റ്റ് എടുത്ത് വെച്ച് സ്ക്രൂ ഡ്രൈവർ ഇട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് മൾട്ടി യൂസാണ്. കാര്യം ഇതിന് നമുക്ക് യൂസ് ചെയ്യാം, ഇതിന് യൂസ് ചെയ്യാം, ഇതിന് യൂസ് ചെയ്യാം. ഇത് നമ്മൾ പറഞ്ഞ പോലെ കുക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റോറേജിന് അടച്ച് വെക്കാൻ ഇതിനും ഉണ്ട്, ഇതിനും ഉണ്ട്. ഇത് തന്നെ നമുക്ക് ഇതിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഹാൻഡിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഹാൻഡിൽ എല്ലാത്തിലും നമുക്കിത് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം. നല്ല സ്റ്റേഡി ആയിട്ടിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് അതെ കൊടുത്താൽ മതി. സംഭവം ഇത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു മിസ്റ്റർ നായർ? ഓക്കെ, അപ്പോൾ ഇത് തന്നെ, ഇത് 2 ഹാൻഡിലുണ്ട്, നമുക്ക് എല്ലാത്തിനും മാറി മാറി ഉപയോഗിക്കാം. ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ കുക്ക് ചെയ്യാം, സെർവ് ചെയ്യാനും ഇത് നല്ലതാണ്. ബേസിക്കലി ഹാൻഡിൽ 2ൻ്റെയും മാറ്റി കഴിഞ്ഞാൽ സെർവ് ചെയ്യാനും നല്ലതാണ്. കുക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ അടച്ചു വയ്ക്കാം, സ്റ്റോർ ചെയ്യാം. കൊള്ളാം. ഞാൻ 10/10 തന്നെ സുനിലിന്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം. ഇതുവരെ കൊള്ളാം. സോ ഫാർ സോ ഗുഡ്. പക്ഷെ ഇനി ഇതിനകത്ത് നമ്മുടെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇതിൽ സ്റ്റെയിൻ ആവുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം നമുക്ക്. അതിന്റെ റിവ്യൂ ഞാൻ പിന്നെ തരുന്നതായിരിക്കും.